ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റ് മത്സരം ലീഡ്സിൽ ഇന്ത്യ 5 വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഒക്കെ കണ്ടിട്ട് പലരും ഇന്ത്യ വിജയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിന്ന ഒരു ടീമാണ് ഈ 5 വിക്കറ്റിന് പരാജയപ്പെടുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ എങ്ങനെയാണ് വിക്കറ്റ് വീഴ്ത്തിയതെന്ന് നമുക്കറിയാം. അത്രയും സമയം ബോൾ ചെയ്തിട്ട് ഒരു രക്ഷയില്ലാതെ പിന്നെ ലാസ്റ്റ് ഒരു 4-5 വിക്കറ്റ് എടുക്കാൻ പറ്റിയെങ്കിൽ പോലും ഇംഗ്ലണ്ട് അവരുടെ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. ബേസ്ബോൾ ആ ഒരു അറ്റാക്കിംഗ് ഇതിലാണ് കളിച്ചത്. പലപ്പോഴും ഡിഫൻസിലേക്ക് പോകാതെ തന്നെ ഇന്ത്യനെ ഈസി ആയിട്ട് ഇന്ത്യക്കെതിരെ അവസാന ദിവസം ഈ ഇത്രയും റൺസ് ഒരു 350ഓളം റൺസ് സ്കോർ ചെയ്തിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്ത് തോന്നുന്നു ഈ മത്സരത്തെ കുറിച്ച്? നമ്മൾ മത്സരത്തിന് മുന്നേ പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് തന്നെയാണ് മത്സരത്തിൽ ശേഷം വന്നിട്ടുള്ളത്. നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പം ശുഭൻ ഗിൽ ഒരു പുതിയ സംഘം പോകുമ്പം എന്തായിരിക്കും എന്ന് പ്രതീക്ഷിച്ചത് അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നന്നായിട്ട് കളിച്ചു. സെക്കൻഡ് ഇന്നിങ്സ് അതെ ടോപ്പ് ഓർഡർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വാൽറ്റം ഇങ്ങനെ തകരുമെന്നോ ഫീൽഡിങ്ങിൽ ഇത്രയധികം പിഴവ് വരുത്തുന്നു, ബൂമറയ്ക്ക് ഒരു സപ്പോർട്ടില്ലാതെ ബൂമർ ഒറ്റയാൻ പോയിട്ട് നടത്തേണ്ടി വരുമെന്നോ ഒന്നും കരുതിയിരുന്നില്ല. അതിൻ്റെ പ്രശ്നമുണ്ടായി. നമ്മൾ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഇനിയിപ്പം ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നതിനകത്തൊരു സംശയമില്ലാതെ ഇംഗ്ലണ്ടിൻ്റെ പിച്ചാണ്, ഇംഗ്ലണ്ടിൻ്റെ ഹോം ഗ്രൗണ്ടാണ്, അവർക്ക് അറിയുന്ന പിന്നെ ഇതാ കണ്ടീഷനാണ്. അതെന്തായാലും തിരിച്ചു വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. സ്റ്റോക്സ് ഒക്കെ പറഞ്ഞാൽ തന്നെ അവർ വില കുറച്ച് കണ്ടൊന്നുമില്ല ഈ ടീമിനെ. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ കഴിവൊക്കെ അവർ ഇതാക്കി കണ്ടു. അവർ അതുപോലെ തന്നെ കളിച്ചു. സേഫ് പറഞ്ഞാൽ അവർ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. അത് യാതൊരു സംശയമില്ല. ആദ്യ ഇന്നിങ്സിൽ 470 നമ്മൾ 470% മേടിച്ചത്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് 600 മുകളിലൊക്കെ പോരുന്ന, പിന്നെ ഒരു 500 മുകളിൽ പോരുന്ന സ്കോർ ആയിരുന്നു അത്. പക്ഷെ ബാലറ്റത്തിന് ഒന്നും ചെയ്യാൻ പറ്റും. ബാലറ്റത്തിന് മധ്യനിരവോട്ട് അങ്ങോട്ട് തകറി വരുന്നു. ഈ രണ്ടാമത്തെ ഇന്നിങ്സിൽ വന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം പിന്നെ സഞ്ജു ഗില്ലും നമ്മുടെ രാഹുലും ജയ്സോളൊക്കെ നന്നായിട്ട് കളിച്ചു. 2 ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ചു. നന്നായിട്ട് ടോപ്പ് ഓർഡർ നന്നായി കളിച്ചു. പക്ഷേ ഷാർദുൽ താക്കൂർ അങ്ങോട്ട് വരുമ്പോൾ ഷാർദുൽ താക്കൂർ ആയാലും കരുൺ നായർ ആയാലും പിന്നെ രവീന്ദ്ര ജഡേജയിൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് തരാൻ വേണ്ടി പറ്റിയില്ല. ജഡേജയിൽ നമ്മൾ ഇതിനധികം ഇതിനേക്കാൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. നിതീഷ് കുമാറിനെ പോലെ താരത്തെ പുറത്ത് നിർത്തമാണ് ഈ ഷാർദുൽ താക്കൂറും ജഡേജയൊക്കെ ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നതിലും പ്രശ്നം ഒന്നുണ്ട്. ഈ പിച്ചിൽ ഇങ്ങനെ വരുമ്പം അവിടെ തന്നെയാണ് നമുക്ക് വെച്ചത്. ടോപ്പ് ഓർഡർ പണിയെടുത്തെങ്കിൽ കൂടി ബൗളർമാരിൽ 1-2 പേര് പണിയെടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ടീം ഗെയിമായിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിന്റെ പ്രശ്നമാണ് ഈ കണ്ട റിസൾട്ട്. തീർച്ചയായും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒന്ന് സ്റ്റോക്സിന്റെ കാര്യം പറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ സ്റ്റോക്സ് നമ്മൾ ഈ ടോസ് നേടിയിട്ട് ഇന്ത്യ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുത്തത് ശരിയായി വന്ന രീതിയിൽ ഇംഗ്ലണ്ടിന്റെ പല മുൻതാരങ്ങളൊക്കെ അലസ്റ്റർ കുക്ക് ഉൾപ്പെടെയുള്ള മുൻതാരങ്ങളൊക്കെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു എന്താണ് ഈ പിച്ച് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം സ്റ്റോക്സ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യ തോൽക്കാനുള്ള ഒരു പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. ബാറ്റിങ്ങിന് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. അതായത് ആ ഒരു ഇതിനകത്ത് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. ഇന്ത്യ 5 സെഞ്ചുറി അടിച്ച് 2 ഇന്നിങ്സിൽ കൂടി 835 റൺസ് സ്കോർ ചെയ്തു. പക്ഷെ നമ്മൾ സന്തോഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു ഇംഗ്ലണ്ടിന്റെ രണ്ടാമത്തെ അതായത് മത്സരത്തിലെ 4ാമത്തെ ഇന്നിങ്സിലെ ബാറ്റിംഗ് വരുന്നത്. അത്രയും ഈസി ആയിട്ടാണ് ഇവര് ബാറ്റ് ചെയ്തോണ്ടിരുന്നത്. അതെ, 6 റൺസ് ലീഡ് ഒരു വലിയ ലീഡല്ല. പക്ഷെ എന്നാൽ പോലും ഒരു എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആകെ 14ാമത്തെ തവണയാണ് 350+ സ്കോർ 4ാമത്തെ ഇന്നിങ്സിൽ ചേസ് ചെയ്യുന്നത്. അത് 3 തവണ സംഭവിച്ചതും ഇപ്പോൾ ഹെഡിംഗ്ലേയിലാണെന്നുള്ളതാണ്. ഇതിന് മുമ്പ് 2 തവണ സംഭവിച്ചത് ഇവിടെ തന്നെയായിരുന്നു. ഇപ്പൊ 3ാമത്തെ തവണ. അതായത് ഈ 14-ൽ 3 സംഭവിച്ച എത്ര ടെസ്റ്റ് വേദികളുണ്ട്, എത്ര വേദികളിൽ ടെസ്റ്റ് മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ എന്താണോ പിച്ച് അതിനനുസരിച്ചിട്ടൊരു സ്റ്റോക്സിന്റെ ഒരു തീരുമാനം കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ കരുൺ നായരുടെ ഒരു കാര്യം പറഞ്ഞു. കരുൺ നായരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കരുൺ നായർ 6ാമത്തെ പൊസിഷനിലാണ് കളിക്കുന്നത്. അതായത് 6ാമത്തെ പൊസിഷനിലുള്ള എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഇതിനകത്തുള്ള ഒരു അംഗീകൃത ബാറ്ററായിട്ട് ജഡേജ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആയിട്ടുള്ള ഒരു താരം കരുൺ നായരാണ്. കരുൺ നായർ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ വാലറ്റത്തെ കൂട്ടുപിടിച്ചിട്ട് ടീമിലെ ഒരു റൺസ് ആദ്യം കിട്ടിയ ഒരു മേൽക്കൈ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ഉത്തരവാദിത്വം കരുൺ നായർക്ക് ഇല്ലേ? തീർച്ചയായും അതാണ്. അത് നിറവേറ്റാൻ വേണ്ടി കരുണാകരന് പറ്റുന്നില്ല. ഈ സേഫ് പറഞ്ഞാൽ തന്നെ നമ്മൾ കരുണിൽ പ്രതീക്ഷിക്കുന്നതാണ്. അതിന് അങ്ങോട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് കരുണയുടെ പിന്നെ കളിശൈലിയും അത് തന്നെയാണ് വരുന്നത്. അതേപോലെ എവിടെയായാലും ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്കോറിംഗ് ഉയർത്താൻ പറ്റുന്ന താരമാണ് കരുണായത്. പക്ഷേ ഇപ്പം ആ ഇന്നിങ്സിൽ ഒരു പുറത്താലും പോട്ടെ, ദൗർഭാഗ്യം ഒരു പുറത്താലും നമുക്ക് വേണം പറയാം, അത് പോട്ടെ. പക്ഷേ 2ാം ഇന്നിങ്സിൽ 20 റണ്ണാണ് അദ്ദേഹം എടുത്തത്. പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കരുണിന്. ആ രീതിയിൽ നമ്മൾ കരുണിന് കുറച്ചധികം നമ്മൾ വിരാട് കോഹ്ലിക്ക് പകരക്കാരനായിട്ട് സെലക്ടർമാർ കണ്ടൊരു പിന്നെ 4ാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ കൂടി ആ അനുഭവ സമ്പത്തിന് മാച്ച് ചെയ്തിട്ടാണ് കരുണാരെ ടീമിലേക്ക് കൊണ്ടുവന്നത്.
അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കരുണാകരന് പറ്റുന്നില്ല എന്നുള്ള നമ്മുടെ പ്രശ്നം. പക്ഷെ അത് പിന്നെ ഒരു മത്സരം കൊണ്ട് നമുക്ക് വിലയിരുത്തേണ്ടതില്ല. കരുണാകരനെ പോലെ താരം ഇപ്പോൾ സായ് സുദർശൻ അരങ്ങേറ്റം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കരുണാകർ 8 വർഷത്തിന് ശേഷം വീണ്ടും വരുവാണ്. ആ എക്സ്പീരിയൻസ് ഉണ്ട്, ഇംഗ്ലണ്ടിൽ പിച്ച് കളിച്ച പരിചയമുണ്ട്, കൗണ്ടി കളിച്ച പരിചയമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പോരാ, യാതൊരു സംശയമില്ല. പക്ഷേ ഒരു മത്സരം കൊണ്ട് വിലയിരുത്തേണ്ടതില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഓരോ താരത്തിനും ഓരോ എക്സ്ക്യൂസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ടീമിൽ പറ്റിയത് ഈ പന്ത് 2 സെഞ്ചുറി അടിക്കുന്നു, ജയ്സ്വാളും ഗില്ലും രാഹുലും എല്ലാം സെഞ്ചുറി അടിക്കുന്നു. എന്നിട്ട് പോലും ആ ടീമിന് പിന്നെ ഒരു ഭേദപ്പെട്ട സെഞ്ചുറി വേണ്ട, അർദ്ധ സെഞ്ചുറി വേണ്ട, പക്ഷെ ഒരു ഭേദപ്പെട്ട റണ്ണിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് മതിയായിരുന്നു. അറിയാതെങ്കിലും നിങ്ങളിപ്പോ രോഹിത്, അതാണ് ആ ടീം ലൈനപ്പ് പറയുമ്പോൾ രോഹിതിന്റെ പേരും കോഹ്ലിയുടെ പേരും വന്നു. രോഹിത്തും വിരാട് കോഹ്ലി നമുക്കറിയാം, നമുക്ക് അത് വിട്ടു പോകുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നു രോഹിത്തിന്റെ വിരാട് കോഹ്ലിയുടെ ഒന്നും ഒരു അഭാവം ഇന്ത്യയുടെ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പോസിറ്റീവ് കാര്യം. മറുവശത്ത് ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് ബോളിംഗിൽ ബുംറനെ ഓവറായിട്ട് ഒരു ആദ്യ ഇന്നിങ്സിൽ ബുംറ 5 വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. രണ്ടാമത്തെ ഇന്നിങ്സിൽ ബുംറക്ക് വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ കഴിയുന്നില്ല. അത് അദ്ദേഹം ശ്രമിക്കാതല്ല, അദ്ദേഹം പന്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറുവശത്ത് ഇംഗ്ലണ്ടിന് അവരുടെ ഒരു ശൈലിക്ക് അനുസരിച്ച് ബുംറ എന്ന് പറയുന്ന ഒരാളെ മാത്രം പേടിച്ചാൽ മതി എന്നുള്ളതാണ്. മറ്റുള്ള പ്രസീദൊക്കെ റണ്ണ് വഴങ്ങുന്നത് ഇത്രയും സെഞ്ചുറി പിന്നെ പ്രസിദ്ധ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് 100+ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 128 അങ്ങനെ അടിക്കുക. അതാണ് പറഞ്ഞത്. ആ പ്രശ്നം വരുമ്പം ഈ നമ്മുടെ ടീമിൽ ഇപ്പം നമ്മളിപ്പം വിരാടിന്റെയും രോഹിത്തിന്റെയും കാര്യം പറഞ്ഞു. വിരാടും രോഹിത്തും ഒഴിച്ചിട്ട് പിന്നെ റോഡിലേക്ക് വന്ന താരങ്ങൾക്ക് തിളങ്ങാൻ വേണ്ടി പറ്റുന്നു ഡ്രോപ്പറിൽ. പക്ഷെ അന്ന് നമ്മളിപ്പം ബോർഡർ ഗാവസ്കർ ട്രോഫി ആയാലും ന്യൂസിലാൻഡിന്റെ ഇന്ത്യൻ പര്യടനം ആയാലും അന്ന് നമുക്ക് പറ്റിയത് നമുക്ക് ബോളിംഗിൽ ബൂമറായിരുന്നു. ബൂമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതിനാണ് അവസ്ഥ. ബൂമർ മാത്രമേ ഉള്ളൂ. ബൂമർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റു താരങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് ഇപ്പം പറഞ്ഞത്. ഈ ബാറ്റിംഗിൽ ഈ താരങ്ങൾ പോയപ്പോൾ നല്ല താരങ്ങളല്ല അതിനൊറ്റ താരങ്ങൾ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തു, ടോപ്പ് ഓർഡറിൽ പുറത്തെടുത്തു, ബാറ്റിംഗ് നിര സെറ്റായി. ആ അന്നത്തെ ബാറ്റിംഗ് നിരയുടെ പ്രശ്നങ്ങൾ ഇപ്പം ഒരു പരിധി നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ബൗളിംഗിൽ വേറെ ആരും വരുന്നില്ല, ബൂമർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഈ ബൂമർ ഓവർലോഡ് എടുത്ത് എത്ര നാൾ മുന്നോട്ട് പോകുന്നില്ലാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. അടുത്ത മത്സരത്തിൽ ബൂമർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ പോലെ 3 മത്സരം കളിക്കുന്നെങ്കിൽ 1-2 മത്സരങ്ങളിൽ വിശ്രമമായിരിക്കാം. അപ്പം അടുത്ത മത്സരത്തിൽ ബൂമർ കളിക്കില്ല. ബൂമർ ഇല്ലാത്തപ്പോൾ ഈ പേസ് നിര സിറാജാണ് നയിക്കേണ്ടത്. എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അതെങ്ങനെ കാണേണ്ടത് നമുക്ക് അറിയില്ല. കാരണം ഈ ബൂമർ ഉണ്ടായിട്ട് പോലും ഇത്രയും വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ റൺസ് തുടങ്ങുന്ന അവസ്ഥയിൽ ബൂമർ ഇല്ലാത്ത ടീമിൽ ഇംഗ്ലണ്ട് എന്തായിരിക്കും? ശർദുൽ താക്കൂർ കളിക്കുന്നത് ആദ്യത്തെ ഇന്നിംഗ്സിൽ കണ്ടിരുന്നല്ലോ, 8 അടിക്കുവാണ്. പ്രസിദ്ധ് കൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ റൺസ് എടുക്കാൻ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വിക്കറ്റുകൾ ഇടയ്ക്ക് വീഴ്ത്തിയേക്കാം, പക്ഷേ കാര്യമില്ലല്ലോ. പക്ഷേ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുന്ന സമയത്ത് ഞാനൊരു കമന്റ് കണ്ടതാണ്. രോഹിത് ശർമ്മയുടെ ആ ഒരു ഡിഫൻസീവ് സ്റ്റൈലിൽ തന്നെയാണ് ഗില്ലിന്റെ ഒരു ക്യാപ്റ്റൻസിയും വരുന്നത് എന്നുള്ള രീതിയിലൊരു വിമർശനം എന്ന രീതിയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജഡേജയുടെ ഒക്കെ പന്തുകൾ പലപ്പോഴും റിവേഴ്സ് സ്വീപ്പ്, ഇംഗ്ലണ്ട് ഇന്നലെ റിവേഴ്സ് സ്വീപ്പ് കളിച്ചതിന് കണക്കില്ല എന്നുള്ളതാണ്. അത്രയും റിവേഴ്സ് സ്വീപ്പ്, സ്റ്റോക്സ് ഒക്കെ എല്ലാ ബോളും റിവേഴ്സ് സ്വീപ്പ് കളിക്കുന്നത്. അതായത് സ്റ്റോക്സ് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അത് റിവേഴ്സ് സ്വീപ്പ് കളിക്കാനുള്ള ഇതാണ്. അങ്ങനെ കളിക്കുന്ന സിംഗിൾ ഇടുന്നത് അവരെ സംബന്ധിച്ച് ഒരു ഡിഫൻസീവിലേക്ക് പോവാതെ എനിക്ക് തോന്നുന്നു ടെസ്റ്റിൽ ഡോട്ട് ബോളുകൾ പോലും കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് അവര് കളിച്ചിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു നമുക്ക് ക്യാപ്റ്റൻസിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു കമന്റ് ശരി തന്നെയാണോ? അത് പിന്നെ ഇപ്പം കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നപ്പം ഇതിനേക്കാൾ ചെറിയ റൺസ് പിന്നെ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചിരുന്നില്ല, ഇതൊക്കെ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്നലത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പം സൈഫ് പറഞ്ഞ തന്നെ ഒരു മത്സരം വെച്ചിട്ട് ക്യാപ്റ്റൻസി അളക്കാൻ വേണ്ടി ഗില്ലിന്റെ ക്യാപ്റ്റൻസി അളക്കാൻ വേണ്ടി പറ്റില്ല. ഈ ക്യാപ്റ്റൻ നന്നായിട്ടും ഒരു ബോളർ നന്നായിട്ട് കാര്യമില്ല. നമ്മളെ ഫീൽഡർമാരുടെ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അതാണ് പ്രശ്നം. ആ ഫീൽഡ് എത്ര ക്യാച്ചുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് ക്രിക്കറ്റിൽ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണത്, ഒരു ആപ്തവാക്യം. അത് ഇവിടെ തകരുന്നു. പിന്നെ ഒരു താരം ഇപ്പം ജയ്സ്വാളിനെ പോലെ താരം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു. അയാൾ 3 ഫോർമാറ്റിൽ അയാൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് ജയ്സ്വാളാണെന്ന് സംശയമില്ല. പക്ഷെ അദ്ദേഹം ഫീൽഡിംഗ് വരുത്തുന്ന പിഴവ്, പിന്നെ ഒരു മികച്ച ഫീൽഡർ തന്നെയാണ്, അല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം വരുത്തിയ പിഴവ്, അങ്ങനെ ഒരു പിഴവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ബോളർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാം ഒരു ബോൾഡ് മാത്രമല്ല. ഇപ്പോ ജയ്സ്വാളിന്റെ ക്യാച്ച് വിട്ട കാര്യം, ഹാരി ബ്രൂക്ക് ഒക്കെ ഒരു ക്യാച്ച് വിട്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ താരമായിട്ടുള്ള സ്റ്റുവർട്ട് ബ്രോഡ് പറഞ്ഞത് ഗല്ലിയിൽ നിൽക്കുന്ന സമയത്ത് കാണികളുടെ ഭാഗത്തു നിന്നുള്ള, അതായത് സ്വാഭാവികമായിട്ട് അവിടെ തണുപ്പുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് പല തരത്തിലുള്ള കോട്ടുകൾ, പല കളറിലുള്ള കോട്ടുകൾ ധരിക്കുന്നു. മാത്രമല്ല കുറെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് ചില സമയത്ത് ഈ പന്ത് തിരിച്ചറിയാൻ പ്രശ്നം വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജയ്സ്വാളിനെ സംബന്ധിച്ച് ഗല്ലിയിലല്ലാതെ മറ്റു പൊസിഷനുകളിലും അദ്ദേഹം ക്യാച്ച് വിടുന്നതാണ് അനായാസം. എനിക്ക് ഇംഗ്ലണ്ടിന്റെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ജയ്സ്വാൾ ഒരു ക്യാച്ച് വിട്ടത് കണ്ടിട്ട് സിറാജിന് അത്രയും ദേഷ്യം വരുന്നുണ്ട്
എന്നുള്ളതാണ്. അതായത് അത്രയും ഒരു നല്ലൊരു ക്യാച്ച്, ഒരു നിർണായക സമയത്തൊക്കെ ടീമിന് വിക്കറ്റ് കിട്ടാതെ, വിക്കറ്റ് എടുക്കാൻ പറ്റാതെ ടീം ഒരു വലിയ ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ നിസ്സാരമായിട്ടുള്ള ക്യാച്ചുകളൊക്കെ വിട്ടുകളയുന്നത് എന്നുള്ളതാണ്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം. ഇന്ത്യ പരാജയപ്പെട്ടതിനുള്ള കാരണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇംഗ്ലണ്ട് സ്വാഭാവികമായിട്ട് അവരൊരു ഫ്ലാറ്റ് പിച്ച് തയ്യാറാക്കി, ഇന്ത്യ ഓവറായിട്ട് ബുംറേനെ ചെയ്തു. ടീം ലൈനപ്പിൽ ഷർദുൽ താക്കൂറിന് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് വീഴ്ത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഫീൽഡിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ച് വാലറ്റ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അടുത്ത മത്സരത്തിന്റെ ഒരു സാധ്യതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം, ഇത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ്. ഷർദുൽ താക്കൂറിന് പകരം നിതീഷ് റെഡ്ഡി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തള്ളി കളയാൻ പറ്റില്ല. പിന്നെ ബുംറ കളിക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് ആയിരിക്കും പകരം വരുന്നത്. പ്രസീദ് കൃഷ്ണനെയോ മറ്റുള്ള താരങ്ങളോ, ഇപ്പൊ പ്രസീദ് കൃഷ്ണനക്ക് പകരം ഒരു ആകാശ്ദീപ് ബോളറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ പറയുമ്പോഴും കരുൺ നായർക്ക് എന്തെങ്കിലും മാറ്റാനുള്ള സാധ്യത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കരുൺ നായരുടെ പിന്നെ ഒരു അധിക സ്പിന്നറെ കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ കരുൺ നായരെ മാറ്റിയിട്ട് കുൽദീപിനെ കളിപ്പിക്കുമായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ കരുൺ നായർ എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ നമ്മളിപ്പം ഈ കരുൺ നായർ ടീമിൽ ഉൾപ്പെടുത്തിയത് ബാറ്റിങ്ങിന്റെ അനുഭവ സമ്പത്തിന് ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാറ്റിംഗ് കരുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ടോപ്പ് ഓർഡർ ഇപ്പോൾ സെറ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു താരത്തെ മാറ്റണമെങ്കിൽ, ഒരു എക്സ്ട്രാ ബോളർ ആഡ് ചെയ്യണമെങ്കിൽ കരുൺ നായർ തന്നെ. ഷർദുൽ താക്കൂറിന്റെ കേസ് ഇപ്പം സേഫ് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. ഗംഭീറിന്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. താരങ്ങൾക്ക് വീണ്ടും രണ്ടാമത്തെ മത്സരത്തിൽ അവസരം കൊടുത്ത് അതും കൂടെ നോക്കിയിട്ട് പിന്നെ അടുത്ത 3 മത്സരത്തിൽ മാറ്റുവാണെങ്കിൽ അങ്ങനെയാവാം. ഒരു മത്സരം കൊണ്ട് വിലയിരുത്തേണ്ടതില്ല എന്ന് പറയാം. കരുൺ നായരുടെ കേസിലൊക്കെ നമ്മൾ ഉന്നയിക്കുന്ന വാദം തന്നെയാണ്, ഒരു മത്സരം കൊണ്ട് മാറ്റരുത് എന്നുള്ളത്. പക്ഷേ ഷർദുൽ താക്കൂറിന് നമുക്ക് ഉൾപ്പെടെ ആരാധകർ ഉൾപ്പെടെ പറയുന്നത് താക്കൂറിനെ മാറ്റണം. കാരണം നിതീഷ് കുമാർ റെഡ്ഡി എന്നൊരു താരം അവിടെയുണ്ട്. ഇതിനേക്കാൾ ബോൾ എറിയാൻ വേണ്ടി പറ്റും. ഇത്ര റൺ വഴങ്ങിയില്ല എന്ന് ഉറപ്പുണ്ട്. ബാറ്റിങ്ങിൽ കുറച്ചധികം ടീമിന് സംഭാവന ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്മളിപ്പോൾ പറഞ്ഞ ബാൽറ്റത്തിൻ്റെ മിഡിൽ ഓർഡർ തൊട്ട് അങ്ങോട്ട് വരുന്ന ബാൽറ്റത്തിൻ്റെ തകർച്ചയ്ക്ക് അതിന് ഒരു പരിഹാരമായിട്ട് കൂടി നിതീഷ് കുമാർ റെഡ്ഡിക്ക് പിന്നെ കളിക്കാൻ വേണ്ടി പറ്റും. അപ്പം താക്കൂറിനെ മാറ്റുന്ന ഉറപ്പാണ്. താക്കൂറിന് വരെ നിതീഷ് കുമാർ വരുന്നു. പിന്നെ ബൂമ്ര വിശ്രമിക്കുകയാണെങ്കിൽ അർഷ്ദീപ് കളിക്കാൻ വരും. അർഷ്ദീപ് അല്ലെങ്കിൽ ആകാശ്ദീപ്, പിന്നെ പ്രസിദ്ധ പകരമായാലും അത് വരും. പക്ഷേ ഒരു എക്സ്ട്രാ ബോളർ കൂടി വേണമെങ്കിൽ, ഒരു സ്പിന്നറെ കൂടി ഉൾപ്പെടുത്താൻ പിന്നെ ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ കരുൺ നായർ തന്നെ ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ സായ് സുദർശൻ എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പം 1 ഡൗണിലേക്ക് ആര് കളിക്കും എന്നല്ല. എനിക്ക് തോന്നുന്നു കരുൺ കുറച്ചുകൂടി 4ാമത്തെ പൊസിഷനിൽ 1 ഡൗൺ ഒക്കെ ആയിട്ട് കളിക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കും. അതുണ്ട്. അതിലിപ്പം ഈ പറഞ്ഞ 4ാം നമ്പർ ഗില്ലിന് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം സായ് സുദർശന് പകരം പിന്നെ കുൽദീപ് ഉൾപ്പെടുത്തിയിട്ട് കരുൺ നായർ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്, പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. സായ് സുദർശൻ നിലവിലെ ഫോം നമുക്ക് T20 അറിയാം, നല്ല ഫോമിൽ കളിച്ചു വരുന്ന താരമാണ്. ഈ ഒരു മത്സരം കൊണ്ട് വിലയിരുത്തേണ്ടതില്ല. ഈ കരുൺ നായരും ഇല്ല, പിന്നെ അർഷ്ദീപ് നമ്മുടെ സായ് സുദർശനും ഇല്ല. എനിക്ക് താക്കൂറിന്റെ കേസിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ താക്കൂർ അത്രയും ഒരു പ്രതീക്ഷ നൽകുന്നില്ല. താക്കൂറിന്റെ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓവറായിട്ട് പന്ത് എറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. അതായത് റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു മത്സരത്തിൽ ഒരു ബോളറൊക്കെയാണ്. പക്ഷെ പ്രസീദ് കൃഷ്ണ അത്യാവശ്യം റണ്ണ് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് 2 ഇന്നിംഗ്സ്. പക്ഷേ ബൂമ്രയെ ബൂമർ വിശ്രമിക്കുകയാണെങ്കിൽ പ്രസിദ്ധ കളിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം പ്രസിദ്ധിനും കൂടെ പിന്നെ മാറ്റിയിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി മാറ്റം ഓക്കെയാണ്. പക്ഷേ ബൂമ്രക്ക് പകരം പിന്നെ സിറാജ് നയിക്കുമ്പോൾ സിറാജിന് വെച്ച് പ്രസിദ്ധ കൃഷ്ണനോട് വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. അർഷ്ദീപ് കളിക്കുകയാണെങ്കിൽ ആകാശ്ദീപാണ് പകരം ബൂമർക്ക് പകരം വരുന്നതിൽ കൂടി പ്രസിദ്ധന്റെ ആവശ്യം തീർച്ചയായും ബുംറ ഇല്ലെങ്കിൽ പ്രസിദ്ധ കളിക്കാൻ സാധ്യത കൂടുതൽ. പ്രസിദ്ധ കളിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പിന്നെ കരുൺ നായരുടെ കേസ് ഇത് മാത്രമേ ഉള്ളൂ. കുൽദീപിന് പകരം കുൽദീപ് കളിക്കാൻ ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള മാറ്റം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജഡേജനെ മാറ്റിയിട്ട് കുൽദീപിനെ ബാറ്റിംഗ് അപ്പൊ കരുൺ നായർ ഉണ്ടാവുമല്ലോ. കരുൺ നായർ നഷ്ടപ്പെടില്ലല്ലോ. അത് ആ ഒരു ലോജിക്കലും കൂടി ചിലപ്പോൾ ചിന്തിക്കും. കാരണം ജഡേജക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു തൂങ്ങി കിടക്കും. അതെ, ജഡേജ ആദ്യ ഇന്നിംഗ്സിൽ 11 റൺസ് എടുത്തു, രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 25 റൺസ് എടുത്ത് 9 വിക്കറ്റ് പോയ സമയത്ത് അവസാനമാണ് അദ്ദേഹം ഒരാൾ മാത്രമായിട്ട് നിൽക്കുന്ന അപ്പുറത്തെ സ്വാഭാവികമായിട്ട് അപ്പുറത്തെ താരത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നോട്ട് ഔട്ട് ആകുന്നു. ജഡേജ ടെസ്റ്റ് ഫോമിൽ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ട ഒരു താരം ഉണ്ടാവുന്ന ഒരു വാദം എനിക്കുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ 3 പേര് പിന്നെ നമ്മൾ ഈ പറഞ്ഞ അശ്വിനും രോഹിത്തും കോഹ്ലിയും പറയുന്ന 3 പേര് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ജഡേജ മാത്രമാണ്. അതൊരു നൊസ്റ്റാൾജിയുടെ പ്രശ്നം കൂടി ആണോ എനിക്കറിയില്ല. ജഡേജ ടീമിലുള്ള പലരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജഡേജ സ്വാഭാവികമായിട്ടും ജഡേജ ബാറ്റിംഗിൽ അങ്ങനെ വലിയ സംഭാവനകളൊന്നും ഇപ്പൊ 25-36 റൺ എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഫോർമാറ്റിൽ നമുക്കറിയാം അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി പറ്റുന്ന താരമാണ്. ഈ പറഞ്ഞ പോലെ താക്കൂറിനെ മാറ്റിയിട്ട് അതിന് പകരം പിന്നെ കുൽദീപിനെ കളിപ്പിച്ചാലും മതി. നിതീഷ് കുമാർ വരുന്നില്ലെങ്കിൽ ബാറ്റിംഗ്. അങ്ങനെ വരുമ്പോൾ ഒരു പേസ് ബൗളിംഗിൽ ഒരു ഓപ്ഷൻ കുറയുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ. എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ട് ടീമിനകത്ത്. അത് നമുക്കറിയാം. ഒരു ലോങ് 5 മത്സരങ്ങളൊക്കെ ഉള്ള പരമ്പരയാകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മത്സരത്തിന് ശേഷം പല കാര്യങ്ങളും മനസ്സിലാക്കും. പല കാര്യങ്ങളും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന പല മാറ്റങ്ങളും. ഇപ്പൊ കരുൺ നായർ 6ാമത് കളിക്കുന്ന
നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇല്ല, അതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ മാത്രമല്ല ഋഷഭ് പന്ത് 5ാമത് കളിച്ചിട്ട് അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 5-4 അതെ അതെ, ഗില്ലും നല്ല രീതിയിൽ ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇൻ കേസ് അങ്ങനെ ഗില്ലിന് 1 ഡൗൺ ഇറക്കിയിട്ട് കരുൺ 4ാമത് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ സായി സുദർശൻ ടോപ്പ് ഓർഡറിൽ കളിക്കുന്നവരാണ്. എന്തായാലും ഇനി അടുത്ത മത്സരത്തിനായിട്ട് ഇന്ത്യ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനനുസരിച്ച് ടീമിൽ പല മാറ്റങ്ങളും വന്നേക്കാം. എന്തായാലും നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച് ഈ ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.